ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ടേംസ് ആണ്. അപ്പം ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് വേർട്ടെക്സ്. സോ ഐസൊലേറ്റഡ് വേർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എഡ്ജും ഇല്ലാത്തവരെയാണ് ഐസൊലേറ്റഡ് വേർട്ടെക്സ്. ഐസൊലേറ്റഡിൻ്റെ അർത്ഥം അറിയാലോ, തന്നെ നിൽക്കുന്നവരാണ്. സോ അവരെയാണ് ഐസൊലേറ്റഡ് വേർട്ടെക്സ് എന്ന് പറയുന്നത്. ദേ വിൽ നോട്ട് ഹാവ് എനി ഇൻസിഡൻറ്റ് എഡ്ജസ്. പെൻഡൻറ്റ് വേർട്ടെക്സ് എന്ന് പറയുന്നത് ഡിഗ്രി 1 ഉള്ള വേർട്ടിസസിനെയാണ് പെൻഡൻറ്റ് വേർട്ടെക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ V1ഉം V2ഉം നമുക്ക് പെൻഡൻറ്റ് വേർട്ടിസസ് ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് നൾ ഗ്രാഫാണ്. നൾ ഗ്രാഫ് അല്ലെങ്കിൽ എം ടി ഗ്രാഫ് എന്നും നമ്മൾ പറയും. സോ നൾ ഗ്രാഫിന് നമ്മൾ എങ്ങനെയാണ് അവരെന്ന് പറയുമ്പോഴത്തേനും ഉള്ളി വേർട്ടിസസ് ആണ്, നമുക്ക് എഡ്ജസ് ഇല്ല. അതായത് കളക്ഷൻ ഓഫ് ഐസൊലേറ്റഡ് വേർട്ടിസസിനെയാണ് ബേസിക്കലി നമ്മൾ നൾ ഗ്രാഫ് അല്ലെങ്കിൽ എം ടി ഗ്രാഫ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെയാണ് ഈ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ എനിക്ക് എവിടെയും ഞാൻ കണക്റ്റഡ് ആയെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോ ലോങ്കർ ബി എ null graph. So hence it will not have any vertices which is incident on another vertex. അല്ലെങ്കിൽ നമുക്ക് എഡ്ജസ് ഈ ഒരു ഏരിയയിൽ കാണത്തില്ലായിരിക്കും. അടുത്ത തിയറി നമ്മൾ നോക്കാൻ പോവാണ്. പ്രൂഫ് ദാറ്റ് എ കംപ്ലീറ്റ് ഗ്രാഫ് G with a set of vertices has n into n minus 1 by 2 edges. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേനും n into n minus 1 by 2 എഡ്ജസ് ആണെന്നുള്ളത്. സോ അത് നമ്മൾ പ്രൂവ് ചെയ്യാനാണ് ഇപ്പം നമ്മൾ നോക്കുന്നത്. ഒരു കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഞാൻ പറഞ്ഞു, ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? വിച്ച് ഗ്രാഫ് വിൽ യു കോൾ എ കംപ്ലീറ്റ് ഗ്രാഫ്? എ ഗ്രാഫ് ഹൂസ് ഹാവിങ് എവറി vertex connected to every other vertex. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സോ ദ ഡിഗ്രി ഓഫ് ഈച്ച് ഓഫ് ദ വേർട്ടെക്സ് വുഡ് ബി n-1. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു തിയറം പഠിച്ചായിരുന്നു, നമ്മുടെ ഫസ്റ്റ് തിയറം പഠിച്ചായിരുന്നു. എന്തായിരുന്നു? The sum of the degree of all the vertex will be equal to 2 times the number of edges. So for number of vertices n, I can rewrite this particular statement as n verticum n minus 1 degree. ഓക്കെ, എൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് n വെർട്ടിസസ് ആണെന്നുണ്ടെങ്കിൽ n-1 പ്ലസ് n-1 പ്ലസ് n-1 എന്ന് പറഞ്ഞുകൊണ്ട് ഇത് n ടൈംസ് റിപ്പീറ്റ് ചെയ്യും, അഡീഷനാണ്. ഓക്കെ, അപ്പം അതിനെ നമുക്ക് n into n-1 is equal to 2 times edges എന്നുള്ള രീതിക്ക് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പിന്നെയും e എന്ന് പറയുന്നത് എന്താണ്? n into n-1 divided by 2. So the edges of a complete graph will be having n into n-1 divided by 2. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സംഭവം പ്രൂവ് ചെയ്യുന്നത്. ഈ ഒരു മോഡ്യൂളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലും തിയറി ബേസ്ഡ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. Is it possible to construct a simple graph? Simple graph നിങ്ങൾ ശ്രദ്ധിക്കണം. What is a simple graph? No parallel edges, no loops, of 12 vertices. So നമ്മുടെ number of vertices നമുക്ക് കിട്ടി, that is 12. With 2 of them നമുക്ക് n is equal to 2 എന്ന് എഴുതിയാൽ മതി. ബിക്കോസ് നമ്പർ ഓഫ് vertices n എന്നുള്ള രീതി നമ്മൾ എടുക്കുകയാണെങ്കിൽ. With 2 of them having degree 1. ഓക്കെ, അപ്പം ഇതിലെ 2 പേർക്ക് is having degree 1 and 3 having degree 3, remaining having degree 10. So ബാക്കിയാണെന്നുണ്ടെങ്കിൽ 7 having degree 10. അത് പോസിബിൾ ആണോ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർമുല അറിയാം. എന്താണ് ഫോർമുല? ഡിഗ്രി ഓഫ് വെർട്ടിസസ്, സം ഓഫ് ദ ഡിഗ്രി ഓഫ് വെർട്ടിസസ് ഇക്വൽ ടു 2 times my edges. ആദ്യമേ നമുക്ക് വെർട്ടിസസിൻ്റെ ഡിഗ്രീസ് കണ്ടുപിടിക്കാം. സം ഓഫ് ദ ഡിഗ്രീസ് ഓഫ് ദ വെർട്ടിസസ് ഇസ് ഈക്വൽ ടു 12 വെർട്ടിസസ് ഉണ്ട്. അതിലെ 2 എണ്ണത്തിന് ഡിഗ്രി 1 ആണ്, 3 എണ്ണത്തിന് ഡിഗ്രി 3 ആണ്, 7 എണ്ണത്തിന് ഡിഗ്രി 10 ആണ്.
അപ്പോൾ നമ്മൾ ഡിഗ്രിയുടെ ഒരു സമ്മേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് കിട്ടാൻ പോകുന്നത് 2 + 9 + 70 which is nothing but 81. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സംഭവം, അതായത് 2 times my edges എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ അല്ലേ? കാരണം 2 എന്ന് പറയുന്നത് മേക്സ് ദിസ് എൻറ്റയർ തിങ് ഈവൻ. ദിസ് ഇസ് നോട്ട് ഈവൻ, ദിസ് ഇസ് ഓഡ്. സോ ഇസ് കൺസ്ട്രക്ഷൻ ഓഫ് എ സിമ്പിൾ ഗ്രാഫ് പോസിബിൾ? നോ, ഇറ്റ് ഈസ് നോട്ട്. നമ്മൾ എന്തായിരുന്നു നേരത്തെ പഠിച്ച സം ഓഫ് ദ ഡിഗ്രീസ് ഓഫ് ദ വെർട്ടിസസ് ഇസ് ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈവൻ എന്നുള്ള രീതിക്ക് നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കേസിൽ ഗ്രാഫ് വരയ്ക്കുന്നത് പോസിബിൾ അല്ലാത്തത്. സോ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂട്ട് ബാക്കിയുള്ളത് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് 9 people ഈച്ച് നോയിങ് എക്സാക്ട്ലി 5 others? ഓക്കെ, ഇവിടെ നമ്മളുടെ നമ്പർ ഓഫ് വെർട്ടിസസ് എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, ഇപ്പം എനിക്ക് എ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ എ ഷുഡ് നോ എക്സാക്ട്ലി 5 other. ഇപ്പം ബി, സി, ഡി, ഇ, എഫ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ദ ഡിഗ്രി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ വേർട്ടെക്സ് മസ്റ്റ് ബി 5. ഇറ്റ് ഷുഡ് നോ എക്സാക്ട്ലി 5 other. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. ദ സം ഓഫ് ഡിഗ്രീസ് ഓഫ് വെർട്ടെക്സ് മസ്റ്റ് ബി 2 times my edges. വാട്ട് ഈസ് മൈ സം ഓഫ് ഡിഗ്രി ഓഫ് വെർട്ടിസസ്? എനിക്ക് 9 വെർട്ടിസ് ഉണ്ട്, ഈച്ച് ഓഫ് ഡിഗ്രി 5, വിച്ച് മേക്സ് ദ ടോട്ടൽ 45. ഇസ് ഇറ്റ് ഈവൻ? നോ, ഇറ്റ് ഈസ് ഓഡ്. സോ ഇതിങ്ങനെ വരുന്നത് 45 is equal to 2e എന്നുള്ള രീതി വരും. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. Hence, it is not possible to have 9 people each knowing exactly 5 other. What is the largest number of vertices in a graph with 35 edges? So, E is equal to 35 നമുക്കറിയാം. If all the vertices have a degree at least 3. ഇവിടെ നമ്മൾ ടേംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മിനിമമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മിനിമം 3. ഓക്കെ, സോ എനിക്ക് ഒരു സെറ്റ് ഓഫ് വേർട്ടിസ് വി ഉണ്ട്. അവരുടെ ഡിഗ്രി എന്ന് പറയുന്നത് മിനിമം 3 ആണ്. സോ ഐ എം ടേക്കിംഗ് വിത്ത് ദ മിനിമം. കാരണം വെച്ചാൽ അറ്റ്ലീസ്റ്റ് 3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാർജസ്റ്റ് നമ്പർ ഓഫ് എഡ്ജസിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പം എനിക്ക് 3 ഡിഗ്രി ഉള്ളൂ എന്നുണ്ടെങ്കിൽ 3 ആൾക്കാരെ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് എഡ്ജസ് കിട്ടുന്നത് കൂടുതലായിരിക്കും. ഓർത്തോണം, വെൻ ദ ഡിഗ്രി ഈസ് മിനിമം ദി edges will be maximum. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം, മനസ്സിലാക്കിക്കോണം. ഓക്കെ, അപ്പോൾ എനിക്കെൻ്റെ ഡിഗ്രി 3 എന്ന് കിട്ടി. സോ ഹൗ വിൽ ഐ റൈറ്റ് ദിസ് തിങ്? എൻ്റെ summation of all the degrees of vertex will be 2 times my edges. 2 times 35 edges is equal to 3 times my number of vertices into 3 times. ഇതെങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 2 times my number of edges is equal to the vertex into the degree 3. 3v is equal to 2 into 35. Therefore, my v is nothing but 23.3. അതിനെ ഞാൻ റൗണ്ട് ഓഫ് ചെയ്ത് 23 എന്നാക്കണം. സോ ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ എ ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 23. എഡ്ജസും നമ്മൾക്ക് വേർട്ടിസസും സെയിം. ഓക്കെ, ദ വേർട്ടിസസ് ആൻഡ് എഡ്ജസ് വിൽ ബി മിനിമം. സോറി, ഈ കേസിൽ അവർ വേർട്ടിസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വേർട്ടിസസും എഡ്ജസും മാക്സിമം ആയിരിക്കും when the degree is minimum. Find the smallest n such that kn has at least minimum 500 edges. ഓക്കെ, സോ നമ്മൾക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഇത് എഡ്ജസ് 500 ആണ്. സോ മൈ ഇ ഈസ് 500. ഐ നീഡ് ടു ഫൈൻഡ് മൈ വാല്യൂ ഓഫ് എൻ. ഇതിന് വേറൊരു സംഭവം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കെ എൻ എന്നാണ് പറയുന്നത്. വാട്ട് ഇസ് കെ എൻ? കെ എൻ ഇസ് എ കംപ്ലീറ്റ് ഗ്രാഫ്. കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ എഡ്ജസ് നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? n into n minus 1 divided by 2 is equal to e. 500 is equal to n into n minus 1 divided by 2. 1000 is equal to n into n minus 1, which means 1000 is equal to n square minus n. Therefore, n is equal to 32. ഇതൊരു അപ്രോക്സിമേഷൻ ആണ്. നമുക്കൊരു ഡെസിമൽ വാല്യൂ 31 പോയിൻറ്റ് സംതിങ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഡെസിമൽ വാല്യൂ ആണ്. നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് ചെയ്ത് 32 എന്ന് കിട്ടും. സോ
ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു ക്വസ്റ്റ്യനെ ശരിക്കും ശ്രദ്ധിച്ച് വായിച്ച് എങ്ങനെയാണ് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. Prove that for any simple graph at least 2 vertices are of the same degree. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു ഗ്രാഫ് ജീനെ നമ്മൾ എടുക്കണം. സോ കൺസിഡർ എ ഗ്രാഫ് ജി ദാറ്റ് ഈസ് ഹാവിങ് vertices v is equal to v1, v2 up to vn, and each is having a degree d1, d2 up to dn. നമുക്ക് ഒരു സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേനും ആ സിമ്പിൾ ഗ്രാഫിന് പറ്റുന്നതിൻ്റെ മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് n-1 ആണ് അല്ലേ. ഇപ്പം ഞാനൊരു ഗ്രാഫ് എടുക്കുകയാണ്, എ ബി സി. ഓക്കെ, ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുക. ഓക്കെ, എയുടെ ഡിഗ്രി ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയുടെ മാക്സിമം ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 ആണ്. എന്തുകൊണ്ടാണ് 2? കാരണം ഇതൊരു സിമ്പിൾ ഗ്രാഫാണ്, ഇവിടെ ലൂപ്പോ പാരലൽ എഡ്ജസോ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു സിമ്പിൾ ഗ്രാഫ് എടുത്താലും അവർക്കുണ്ടാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഡിഗ്രി എന്ന് പറയുന്നത് n-1 ആണ്. സോ ഫോർ ദിസ് സെറ്റ് ഓഫ് വെർട്ടെക്സ് ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ഹാവിങ് ദ ഡിഗ്രി ഫ്രം 1, 2, 3 അപ് ടു n-1. n ഇല്ല, n-1 വരെ ഡിഗ്രി ഉള്ളൂ, n എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പം എൻ്റെ വേർട്ടെക്സ് v1ന് 1 ആണ് ഡിഗ്രി, വേർട്ടെക്സ് v2ന് 3 ആണ് ഡിഗ്രി, ഇപ്പോൾ vnന് n-1 ആണ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക. അപ്പം ഇവിടെ എന്ന് പറയുന്നത് വെർട്ടെക്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വെർട്ടെക്സ് എന്ന് പറയുന്നതിൻ്റെ ടോട്ടൽ നമ്പർ എന്നും ഡിഗ്രിയുടെ മാക്സിമം എന്ന് പറയുന്നത് n-1 ആണ്. നിങ്ങളത് ശ്രദ്ധിച്ചോ. ഇപ്പോൾ എനിക്ക് v1, v2, v3. ഓക്കെ, പക്ഷേ എനിക്ക് ഉണ്ടാവുന്ന സെറ്റ് ഓഫ് ഡിഗ്രിയുടെ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? n-1 വരെ പറ്റത്തുള്ളൂ, അതായത് 1, 2 വരെ എനിക്ക് പറ്റത്തുള്ളൂ. വിച്ച് ഹെൻസ് പ്രൂവ് ദാറ്റ് ദർ വിൽ ബി അറ്റ്ലീസ്റ്റ് 2 vertices ഓഫ് ദ സെയിം ഡിഗ്രി. പിടികിട്ടിയോ? അതായത് നമുക്കൊരു സിമ്പിൾ ഗ്രാഫിനകത്ത് എത്ര വെർട്ടിസസ് വേണോ വരയ്ക്കാം, പക്ഷെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഗ്രി എന്ന് പറയുന്നത് n-1 വരെ നമുക്ക് പോസിബിളായിട്ട് ഉള്ളൂ, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നിനെ നമ്മൾ മാപ്പ് ചെയ്താൽ പോലും നമുക്ക് ഡിഗ്രിയിൽ ഒരാൾക്ക് ഒരു റെപ്പിറ്റേഷൻ കൊടുത്താലേ സാധിക്കൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്.